with the verses of Quran. I kindly call upon Anam Nabil, Dihan Iwin, Shabib, Inam Najib, Aman Nawaz of Sky 2 for Quran recitation. Assalamu alaikum. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. La uqsimu bihadzal balad wa anta ilm bihadzal balad wa amlijin wa ma balad. لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. Thank you. MashaAllah, what a soulful recitation from our little birds. Next, I call upon Heza Zainab of Sky 3 for a speech. Assalamu alaikum everyone. My name is Heza Zainab Mansoor. I am studying in Sky 3. Today I am going to speak about nature. Nature is beautiful gift from Allah. It gives us air to breathe, water to drink, and food to eat. We see our green tree, colorful flowers, birds in the sky, and butterfly dancing around. The sun gives us light, and the rain helps the plant to grow. Nature makes the earth clean and but we must take care of it. We should not cut the trees. We should not throw the waste on the ground. Let us keep our earth clean and green. I love nature very much. Thank you. MashaAllah, that was truly an enlightening talk on nature. Next we have Naila Ishal, Naira Rafiq, Naira Nazook, Jenna Fatima, Adash Abdullah of Sky 1 to enlighten us with a few verses from Quran. Assalamu alaikum. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim.
اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. Thank you. Thank you. That was indeed an impressive recitation from our little but bright stars. Now we are moving on to our inauguration ceremony. I call upon Muhammad Azan and Insha Sabit for Quran recitation with meaning. السلام عليكم. أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അവനല്ലാതെ ദൈവമില്ല, എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. മയക്കമോ ഉറക്കമോ അവന് ബാധിക്കയില്ല. അവന്റേതാണ് ആകാശഭൂമികളെല്ലാം. അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ നിന്ന് അവനെ ഇജ്ജിക്കുന്നതല്ലാതെ അറിയാൻ കഴിയില്ല. അവന്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവൻക്ക് ഒട്ടും ഭാരമുള്ളതല്ല. അവന് ഉന്നതവും മഹാനുമാണത്രേ. താങ്ക് യു. മാഷാ അല്ലാഹ്, ശുക്രൻ, ജസാക്കല്ലാഹ്. അടുത്തതായി ഈ ഒത്തുകൂടലിന് സ്വാഗതം ആശംസിക്കാൻ ഹെവൻസ് പി സ്കൂൾ മാട്ടൂൽ പ്രിൻസിപ്പൽ റുഫൈദ AK അവർകളെ സാദരം ക്ഷണിക്കുന്നു. പ്ലീസ് മാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായിട്ടുള്ള സാജിദ സാഹിബ, അവരുടെ അഭാവത്തിൽ സലീം അമ്പാട് സാഹിബ്, അതുപോലെ തന്നെ സാജിദ് സാഹിബ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ രക്ഷിതാക്കളെ, കൊച്ചുമക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നത്തിലാണ് നാം ഇന്നുള്ളത്. എന്നാലും വലിയൊരു ശൂന്യത നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമ്മോടൊപ്പം സജീവമായി താങ്ങും തണലുമായി എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും നൽകി നമ്മുടെ ഒരു നെടുംതൂണ് പോലെ നിൽക്കുന്ന നമ്മുടെ ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ഹെവൻസ് ഒരു വികാരമായി കൊണ്ടു നടക്കുന്ന മാഷ് ആരോഗ്യ പ്രശ്നം കാരണം ഹോസ്പിറ്റലിലാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് മാഷിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അള്ളാഹു ദീർഘായുസ് നൽകിക്കൊണ്ട് പൂർണ്ണ ശിഫ നൽകി നമ്മളിലേക്ക് പൂർണ്ണാധികം ശക്തിയോടെ
പൂർവ്വ സജീവമാകാൻ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, ഇന്ന് ഹെവൻസ് മാട്ടൂലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. കാരണം ഖുർആനിന്റെ മാധുര്യം നുണഞ്ഞ 27 കുഞ്ഞു മക്കളാണ് നമ്മുടെ ഇന്നത്തെ താരങ്ങൾ. 2015 ഈ ഒരു സംരംഭം ഇവിടെ മട്ടൂലിൽ ആരംഭം കുറിക്കുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ വളരെ വലുതാണ്. നമുക്കറിയാം, ഈ കുരുന്നു പ്രായത്തിലുള്ള ഈ കുഞ്ഞുമക്കളെ കൊണ്ട് കൊക്കിലൊതുങ്ങുന്നതാണോ നമ്മുടെ ഈ പ്രോഗ്രാം, നമ്മുടെ ഈ സംരംഭം എന്ന് നമുക്ക് അവർക്കും വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു. 3 വർഷം കൊണ്ട് തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് തീർക്കണം. അതുപോലെ തന്നെ ഒരു ജുസ് ഹിഫ്ലാക്കണം, നമസ്കാരത്തിലെ പ്രയേഴ്സ് പഠിക്കണം, അതുപോലെ തന്നെ അസ്കാറുകൾ പഠിക്കണം. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, അവർ KG വിദ്യാഭ്യാസവും കൂടി പൂർത്തിയാക്കണം. ഈ ഒരു വലിയൊരു വാഗ്ദത്തം നമ്മൾ കൊടുക്കുമ്പം വല്ലാത്തൊരു ബേജാറുണ്ടായിരുന്നു. ഓരോ ദിവസവും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പടിയിറങ്ങുമ്പോൾ അള്ളാഹുവിനോട് സഹായം തേടിയിട്ടായിരുന്നു. ഇന്ന് ഈ ഒരു നിൽപ്പിൽ ഞാൻ മനസ്സിലാക്കിയാണ്, ആ റബ്ബിന്റെ സഹായമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നിലയിൽ എത്തിച്ചേർന്നത്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. രക്ഷിതാക്കളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്, 11 വർഷത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾ നമ്മോട് പങ്കുവെക്കാറുണ്ട്, പലതും പങ്കുവെക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പല രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഖുർആൻ ഒരാവർത്തി പാരായണം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നില്ല. റമളാനിൽ സ്റ്റാർട്ട് ചെയ്താൽ പോലും അതെനിക്കൊരു ഖത്തം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. എൻ്റെ കുട്ടി ഹെവൻസിൽ ചേർത്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും അവനോടൊപ്പം ഒരു ഖത്തം പൂർത്തിയാക്കിയത്. ഞാൻ ഒരു ജുസ് ഹിഫ്ലാക്കിയത് ഹെവൻസിൽ ചേർത്തതിന് ശേഷമാണ്. അതിന് മുമ്പ് വരെ 1-2 സൂറത്തുകൾ പല നമസ്കാരങ്ങളിലും മാറി മാറി ഓതുന്ന ശീലമായിരുന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുപോകാനായത് ഹെവൻസിൽ എൻ്റെ കുട്ടിയെ അഡ്മിഷൻ എടുത്തതോട് കൂടിയിട്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ, അത് മാത്രമല്ല പല അനുഭവങ്ങൾ അവർ പങ്കുവെക്കും. ഹെവൻസിലെ പാരൻസ് മീറ്റിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇസ്ലാമിനെ കുറിച്ച് നമുക്കറിയാൻ സാധിച്ചത്. ഖുർആൻ ക്വിസൊക്കെ നടത്തുമ്പം അതിലൂടെയാണ് ഖുർആനിന്റെ പരിഭാഷ നമ്മൾ വായിക്കാൻ തുടങ്ങിയത്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയുമ്പം അത് തന്നെയാണ് ഹെവൻസ് ആഗ്രഹിക്കുന്നതും. കാരണം മക്കളിലൂടെ രക്ഷിതാക്കളും കൂടി ഖുർആൻ പഠിച്ച് മുന്നേറണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഈ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ളത്. അൽഹംദുലില്ലാ, അതിന് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറെ അഭിമാനത്തോടെ ഈ നിമിഷം പറയാനുള്ളത്. ഈ 2 ദിവസം മുമ്പ് നമ്മളൊരു അലുമിനി മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് വളരെ പെട്ടെന്ന് വിളിച്ചു ചേർത്ത ഒരു അലുമിനി മീറ്റ്. അൽഹംദുലില്ലാ, വളരെയധികം കുട്ടികൾ ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞൊരു സദസ്സായിരുന്നു ആ ഒരു പരിപാടി. അതിൽ ആദ്യത്തെയും 2ാമത്തെയും ബാച്ചിലെ മക്കളോട് അനുഭവം പങ്കുവെക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പിക്കുന്നതാണ്. ശരിക്കും അവർ പറഞ്ഞത്, ഞാൻ ഹെവൻസ് ഇപ്പം നേരത്തെ പറഞ്ഞ പാരൻസ് പറഞ്ഞ അതേ അനുഭവമായിരുന്നു ആ മക്കളും പറഞ്ഞത്. ഈ ഹെവൻസിൽ വന്നതോട് കൂടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഖുർആൻ വായിച്ചു തുടങ്ങുന്നത്, ഖുർആൻ ഒരു ഖത്തം പൂർത്തിയാക്കുന്നത്, ഖുർആൻ ഒരു ജുസ് പഠിക്കുന്നത്, ഞാൻ പിന്നെ അസ്കാറുകൾ പഠിക്കുന്നത്, നമസ്കാരം പഠിക്കുന്നത് ഒക്കെയും ഓരോരാളും ഓരോ നമ്പർ വെച്ചിട്ടാണ് ഓരോ അനുഭവങ്ങൾ പറഞ്ഞത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സാണ്. ഇതൊക്കെ പറയുമ്പം ഇത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിച്ചതും. അതുകൊണ്ട് നമുക്ക് അൽഹംദുലില്ലാ നമ്മൾ ഏറെ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് 2 ദിവസം മുമ്പ് ഒരു രക്ഷിതാവ് കാരണം 2 ദിവസം മുമ്പ് ഖത്തം പൂർത്തിയാക്കിയ 2 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയുടെ മാതാവ് വിളിച്ച സന്ദർഭം ശരിക്കും ഞാൻ സ്തംഭിച്ചു പോവാന്ന് പറയുന്നില്ല, ആ ഒരു അവസ്ഥയായിപ്പോയി. കാരണം ആ കുട്ടി പറഞ്ഞത്, ആ ഉമ്മ പ്രസവിച്ച് കിടക്കുകയാണ്, ലേബർ റൂമിൽ നിന്ന് പുറത്തു വന്ന ഉടനെ ഈ കുട്ടി പറയാണ്, എനിക്കിനി ആരോ ഓതിത്തരാം, ഉമ്മ ഓതിത്തരൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ആ ഉമ്മ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ കുട്ടിക്ക് ഖത്തം പൂർത്തിയാക്കാൻ വേണ്ടി ഖുർആൻ ഓതി കൊടുക്കുകയാണ്. ഇത് ഹെവൻസിലല്ലാതെ എവിടെയാണ് കാണാൻ സാധിക്കുക ഈ അനുഭവം?
നമ്മളത് മനസ്സിലാക്കേണ്ട. നമുക്ക് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ലേബർ റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഖുർആൻ ഓതി കൊടുക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതാണ് നമ്മുടെ സ്കൂളിലെ പാരൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാൻ ഇതൊന്നും നിങ്ങളൊരു ബുദ്ധിമുട്ടായി കരുതരുത്. ഇതൊക്കെ നിങ്ങളൊരു അഭിമാനമായി കാണണം. വളരെയേറെ നന്മയുള്ള ഒരു കാര്യമായിട്ട് വേണം നിങ്ങൾ ഇതിനെയൊക്കെ കാണേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലരും ചോദിക്കാറുണ്ട്, ഇത്ര ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെയുള്ള ഖുർആനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മറന്നു പോകൂലേ, അല്ലെങ്കിൽ ഇത്രയില്ല പിന്നെ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ കൊടുത്തിട്ടൊരു വലിയ ഭാരമാക്കി മാറ്റണോ എന്ന് ചോദിച്ച് നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, കവിത അറബിയിലുള്ള ഒരു ചൊല്ലാണ് അല്ലെ, അറബിയിലുള്ള ഒരു ചൊല്ലുണ്ട്, അൽ ഇൽമു ഫിസ്സഗിരി കന്നഖ്ശി അലൽ ഹജർ. കല്ലിൽ അഥവാ ചെറുപ്പത്തിലുള്ള അറിവ് എന്നത് കല്ലിൽ കൊത്തിവെച്ച പോലെയാണ് എന്നുള്ളതാണ്. കാരണം അതൊരിക്കലും അതെന്തില്ല, മാഞ്ഞു പോവില്ല. അപ്പൊ നിങ്ങൾ പറയും ചെറുപ്പത്തിൽ പറഞ്ഞതൊക്കെ നമുക്ക് മാഞ്ഞു പോകുന്നില്ല. പക്ഷെ ഖുർആൻ പഠിക്കുന്നവരുടെ അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം ഒരു തരത്തിലും അത് വിട്ടുപോവില്ല എന്നുള്ളത് പലരുടെയും അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പല ടീച്ചേഴ്സും ഹെവൻസ് നിന്ന് പോയി കഴിഞ്ഞാൽ, അത് ഏതൊരു ഹെവൻസ് ആയിക്കോട്ടെ, ഹെവൻസ് നിന്ന് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ടീച്ചേഴ്സ് നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്, ഹെവൻസിന് വന്ന മക്കൾക്ക് എന്തായാലും എന്തോ ഒരു പ്രത്യേകതയാണ്. ഇനി ബിലോ ആവറേജുള്ള കുട്ടികളായാൽ പോലും അവർക്ക് വേറെന്തൊക്കെയോ ഒരു പ്രത്യേകത നമുക്ക് അവിടെ കാണാൻ പറ്റും എന്നുള്ളത് പങ്കുവെക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊന്ന് പങ്കുവെക്കേണ്ട ഇപ്പൊ സമയം എനിക്കില്ല. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ചെലവഴിച്ച പൈസയിൽ, അല്ലെങ്കിൽ ചെലവഴിച്ച ധനത്തിൽ, നിങ്ങൾ ചെലവഴിച്ച അധ്വാനത്തിൽ, നിങ്ങൾ ചെലവഴിച്ച സമയത്തിന് ഒരിക്കലും ബേജാറാവേണ്ട ആവശ്യമില്ല. അതൊക്കെ പടച്ചോന്റെ മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഖുർറത്ത് ആയുൻ, കൺകുളിർമയുള്ള ഒരു മക്കളാക്കിയിട്ട് ഈ ലോകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഖുർആൻ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പരലോകത്ത് വെച്ചിട്ട് നമുക്ക് പടച്ചോന്റെ മുമ്പിലും ഉത്തരം പറയാലോ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള മക്കളാക്കി നമ്മളെ മക്കളെ മാറ്റിത്തരുമാറാകട്ടെ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. അത് മാത്രമല്ല, ഖുർആൻ പഠിക്കുന്നതോടുകൂടി ഒരു പാരൻസിന് കിട്ടുന്ന, രക്ഷിതാവിന് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചിട്ട്, ഖിയാമത്ത് നാളിൽ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചിട്ട് ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് പറഞ്ഞത്? താജുൽ യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ കിരീടം അണിയിക്കുമെന്നുള്ളത്. അത് എങ്ങനെയുള്ള കിരീടം? സൂര്യനേക്കാൾ വെളിച്ചമുള്ള കിരീടം, സൂര്യനേക്കാൾ പ്രകാശമുള്ള കിരീടമായിരിക്കും. ഇത്രയൊക്കെ ഗുണങ്ങളുള്ള ഒരു പാഠ്യപദ്ധതിയിലാണ് നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു അഭിമാനം കൊള്ളാം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏവരുടെയും സപ്പോർട്ടും സഹകരണവും ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഈ ഒരു സ്ഥാപനം ഇവിടെ നടന്നു പോകുന്നത് പല ആൾക്കാരുടെയും എഫേർട്ടോട് കൂടിയിട്ടാണ്. നമുക്കിവിടെ പ്രായമായവരുണ്ട്, രോഗികളുണ്ട്, സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്, നമുക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളോടൊപ്പം എല്ലാ സഹകരണവും നൽകുന്ന നമ്മുടെ മാനേജ്മെൻറ്റ്, നമ്മുടെ തുടക്കം മുതൽ തന്നെ നമ്മൾ ഇതിനെ ചലിപ്പിക്കുന്ന നമ്മളെ മാനേജർ, ഇതിൻ്റെ ചാലക ശക്തികളായ നമ്മുടെ സഹപ്രവർത്തകരായ അധ്യാപകർ, അസിസ്റ്റന്റ് മെൻറ്റേഴ്സ്, പിന്നെ കട്ടക്ക് കൂടെ നിൽക്കുന്ന എൻ്റെ രക്ഷിതാക്കൾ, ഇവരെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഞാൻ ഇനിയും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി, നമ്മുടെ ഈ കോൺവൊക്കേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് സാജിദ PTP സാഹിബയാണ്. അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സലീം അമ്പാട് സാഹിബാണ്. അദ്ദേഹത്തെയും പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ സലീം അമ്പാട് സാഹിബ്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നത് ഹെവൻസ് മുഖ്യ രക്ഷാധികാരി സാജിദ് സാഹിബ് അവരുകളെയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് എല്ലാ അലിക്കുട്ടി സാഹിബ്, മുസ്തഫ ഇബ്രാഹിം സാഹിബ്, റഷീദ് സാഹിബ്, PTA പ്രസിഡന്റ് നാഫിയ യൂസുഫ്, അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ രക്ഷിതാക്കളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Shukran Jazeelan. Next, I welcome Heaven's Chief Patron, PK Muhammad Sajid Nadvi, for delivering the presidential address. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് PTP സാജിദ സാഹിബ, വേദിയിലിരിക്കുന്ന ഹെവൻസിൻ്റെ ഉത്തരവാദപ്പെട്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷം നിറഞ്ഞൊരു സായാഹ്നത്തിലാണ് നാം. ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ 11ാമത് വാർഷികമാണെന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. വാർഷികാഘോഷം എന്നതിനപ്പുറം ഹെവൻസ് പ്രീ സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ആ പൂർത്തീകരണ സദസ്സുകൂടിയാണിത്. 3 വർഷം ഹെവൻസിൽ ചെലവഴിച്ച് 3-ാം വയസ്സിൽ ഹെവൻസിലേക്ക് നടന്നു കയറി 6 വയസ്സാകുമ്പോഴേക്ക് ജീവിതത്തിൽ നമുക്ക് പലർക്കും ലഭിച്ചിട്ടില്ലാത്ത വലിയ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ് ഈ സന്തോഷങ്ങളിൽ ഏറ്റവും പ്രധാനം. ഹെവൻസ് പ്രീ സ്കൂൾ ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഖുർആനാണ് അറിവിൻ്റെ, യഥാർത്ഥ അറിവിൻ്റെ സ്രോതസ്സ് എന്ന അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ കരിക്കുലം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ന്യൂറോ സയൻസ് പറയുന്നു, ഒരു മനുഷ്യൻ്റെ ബുദ്ധി, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് 90% പൂർത്തീകരിക്കപ്പെടുന്നത് ആ മനുഷ്യൻ്റെ 5-ാം വയസ്സിലാണ് എന്നാണ്. അപ്പം ആ സന്ദർഭത്തിലുള്ള കുട്ടിയുടെ അനുഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് ശാസ്ത്രം പറയുകയാണ്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ജീവിതം എന്തായിത്തീരണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാവുന്ന വിധത്തിൽ വലിയ അനുഭവങ്ങൾ നൽകുക എന്നതാണ് ഹെവൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണത്. ഹെവൻസ് എന്ന പേര് അതിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി കൂടിയാണ്. നാം എല്ലാം ആഗ്രഹിക്കുന്നത് അല്ലാഹുവിൻ്റെ സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നാം ഒറ്റയ്ക്കല്ല, നമ്മുടെ കുടുംബം കൂടി ചേരുമ്പോഴാണ് ആനന്ദകരമായി തീരുക. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് കയറി ചെല്ലുന്ന ഭാഗ്യവാന്മാരെയും ഭാഗ്യവതികളെയും കുറിച്ച് ഖുർആൻ പലയിടങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിന് ഹെവൻസിലേക്കുള്ള അഥവാ അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുന്നിടമാണ് ഹെവൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല,
ഹെവൻസിലൂടെ ആ കുടുംബത്തിൽ തന്നെ ഖുർആനിൻ്റെ ഒരു പ്രകാശം പരക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊച്ചു കുട്ടികളിലൂടെ കുടുംബത്തിലേക്ക്, രക്ഷിതാക്കളിലേക്ക് ഖുർആനിൻ്റെ പ്രകാശം കടന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഹെവൻസിലെ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യും പിടിച്ച് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരും എന്നത് ഒരു വലിയ സൗഭാഗ്യമല്ലേ? കൂടുതൽ ദീർഘിപ്പിച്ചിപ്പോൾ സംസാരിക്കുന്നില്ല. വ്യത്യസ്ത വിഷയങ്ങൾ സവിസ്തരം സംസാരിക്കാവുന്ന വിധത്തിലുള്ള അതിഥികൾ നമുക്കുണ്ട്. മാട്ടൂൽ എന്ന ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രകാശഗോപുരമായി ഹെവൻസ് ഇന്ന് മാറിയിരിക്കുകയാണ്. മറ്റെങ്ങുമില്ലാത്ത വിധം വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം പരത്തുന്ന പ്രകാശഗോപുരമായി ഹെവൻസിനെ നമ്മളിന്ന് അനുഭവിക്കുകയാണ്. ഇവിടെ നടക്കുന്ന നമ്മുടെ കൊച്ചു കുട്ടികളുടെ കലാപ്രകടനങ്ങളിലും അതിൻ്റെ തെളിച്ചം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ സ്കൂൾ വാർഷികങ്ങളിൽ ഉണ്ടാകുന്ന പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി മൂല്യവിചാരങ്ങളിൽ നിന്നുകൊണ്ട്, ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഉയർത്തിക്കൊണ്ട്, ഖുർആനിനെ തന്നെ വിഷയമാക്കിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഈ ആ വേദിയിൽ അരങ്ങു തകർക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ നിങ്ങൾക്ക് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 27 വിദ്യാർത്ഥികളാണ് ഇന്ന് ഹെവൻസിൽ പഠനം പൂർത്തിയാക്കി ഇവിടുന്ന് പുറത്തിറങ്ങുന്നത്. അവർക്കുള്ള ആദരവും സർട്ടിഫിക്കറ്റ് വിതരണവും ഇന്നിവിടെ നടക്കും. അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ഇനിയുള്ള 2-3 മണിക്കൂർ നമുക്കിവിടെ ഒരുമിച്ച് ഖുർആനിൻ്റെ തണലിൽ, സ്വർഗം തേടിയുള്ള പ്രാർത്ഥനയിൽ, മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളിൽ, അവരെ ഭാവിയെക്കുറിച്ച മനോഹരമായ സ്വപ്നങ്ങളിൽ നമുക്ക് കഴിച്ചുകൂട്ടാം. അല്ലാഹു നമ്മെല്ലാവരെയും നമ്മുടെ മക്കളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir. Heavens Preschool മാട്ടൂൽ ഖുർആൻ പഠനരംഗത്ത് തികച്ചും വ്യതിരിക്തവും നൂതനവുമായ ഒരു സംരംഭമാണ് ഹെവൻസ് പ്രീ സ്കൂൾ. 3 വയസ്സ് പ്രായമായ കുഞ്ഞുമക്കൾ 3 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യാനുള്ള ശേഷി നേടുന്നു എന്നതാണ് ഹെവൻസ് കരിക്കുലത്തിന്റെ സവിശേഷത. ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യ അംഗീകരിച്ച പാഠ്യപദ്ധതിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം, ഹിഫ്ള്, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, അറബി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളുടെ പ്രാഥമിക അറിവുകൾ എന്നിവ നേടുന്നതോടൊപ്പം LKG, UKG വിദ്യാഭ്യാസവും കുട്ടികൾ സ്വായത്തമാക്കുന്നു. ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടൂൽ 2015 സമാരംഭിച്ച ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടൂൽ അതിന്റെ 11ാം വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്ന ഈ സുന്ദരവേളയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടൂൽ ഒരു ദശാബ്ദകാലത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മുന്നേറുന്ന ഒരു മഹൽ പ്രസ്ഥാനമായി മാറുകയാണ് ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടൂൽ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ 8955571139 അഥവാ 9746055822 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇല്ലോറ 2K26 ഈ ഒത്തുകൂടലിനെ ഉദ്ഘാടനം ചെയ്ത് സംബോധനം ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന വനിതാ പ്രസിഡന്റ് ബഹുമാനിയായ സാജിദ PTP അവർകളെ സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. പ്ലീസ് മാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
റബ്ബിഷ്റഹ്ലി സ്വദരി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ സാജിദ് സാഹിബ്, ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടൂലിൻ്റെ പ്രിൻസിപ്പൽ റുഫൈദ സാഹിബ, വേദിയിലുള്ള ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റു ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ, മഹ്ശറയിൽ ഈ ഒരു ഇരുത്തം നന്മയുള്ള സത്ഫലങ്ങൾ നേടിയെടുത്ത ഒരു സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വളരെ സന്തോഷമുള്ള ഒരു കൂടിയിരുത്തത്തിലാണ് നമ്മളുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ആളുകളെല്ലാം എന്തെങ്കിലും ഒരു പ്രസംഗമോ പ്രഭാഷണമോ ഒന്നും കേൾക്കാൻ വന്ന ആളുകളായിരിക്കില്ല. മക്കളുടെ ഖുർആൻ പഠനത്തിൻ്റെ 3 വർഷം പൂർത്തിയാകുന്ന ഈ മനോഹരമായ സായാഹ്നത്തിന് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്ന, അവരിൽ നിന്ന് കേൾക്കുന്ന മനോഹരമായിട്ടുള്ള ഖുർആൻ പാരായണവും വിശുദ്ധ ഖുർആനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മറ്റ് പരിപാടികളൊക്കെ കാണാൻ വേണ്ടി വന്ന ആളുകളായിരിക്കും. ഈ ഒരു ഖുർആനിൻ്റെ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു ഒരുമിച്ചിരിക്കലിൽ 3 വർഷം കുട്ടികളെ ഇത്തരം ഒരു സ്ഥാപനത്തിലേക്ക് അയക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കൾക്കും ചില ബോധ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ അർത്ഥത്തിൽ എനിക്കിവിടെ 3 കൂട്ടരെ വളരെയധികം അഭിനന്ദിക്കണമെന്ന് തോന്നുന്നുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ 3ഉം പ്രധാനപ്പെട്ടത് തന്നെയാണ്. 3 പേരും, ഇനി അതിൻ്റെ കൂടെയുള്ള കുറേ ആളുകളൊക്കെ കൂടി തന്നെയാണ്. പക്ഷെ ഈ 3 പേരും ഹെവൻസ് എന്ന് പറയുന്ന ഈ വ്യവസ്ഥാപിത ദീനി ഖുർആനിക് പ്രീ സ്കൂളുകളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്ക് സവിശേഷമായിട്ടുള്ള ചില പ്രത്യേകതകളും പ്രാധാന്യവും ഇത്തരം സ്ഥാപനങ്ങൾ നിലനിർത്തുന്നിടത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹെവൻസ് പ്രീ സ്കൂളുകൾ വ്യത്യസ്തമായിട്ടുള്ള, കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശിക്കുമ്പോൾ തോന്നിയ കുറേ കാര്യങ്ങളാണ്. ഒന്നതിലെ മെന്റർമാരാണ്. നമ്മുടെ മക്കളെ രാവിലെ വീട്ടിൽ നിന്ന് ഈ ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കുന്നുണ്ടല്ലേ. പറഞ്ഞേക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കിതിനെക്കുറിച്ച് നേരത്തെ ഒന്നും വലിയ ധാരണയില്ല എങ്കിൽ 3-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് മക്കളെ, ഒരുപക്ഷെ വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് 3-ാമത്തെ വയസ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മളും രക്ഷപ്പെടും. മക്കളെ നമുക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാപനത്തിലേക്ക് അയക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഒരുപക്ഷെ ഖുർആനിക് പ്രീ സ്കൂൾ മക്കൾ അതിൽ നിന്ന് നേടിയെടുക്കുന്നത് എന്താണ് എന്ന് വേണ്ടത്ര ഗൗരവത്തിൽ ആലോചിച്ചിട്ടായിരിക്കില്ല നമ്മളിൽ പലരും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടാവുക. എന്നാൽ വിശുദ്ധ ഖുർആനെ അടിത്തറയാക്കി ദീനീ മുഖത്തോടുകൂടി, അതായത് ദീനും കൂടി ചേർന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിലേക്ക് മക്കളെ അയക്കണമെന്ന് ബോധപൂർവം ആലോചിച്ചൊക്കെ അയച്ച രക്ഷിതാക്കൾ ഉണ്ടാവും. അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു, ഈ ഹെവൻസ് പ്രീ സ്കൂളിലെ മെന്റർമാർക്ക് നടത്തുന്ന പല പരിപാടികളിലും, ട്രെയിനിങ് പ്രോഗ്രാമുകളാവട്ടെ, അവരുടെ കഴിവുകൾ, അവരുടെ സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിപാടികൾ, മത്സര പരിപാടികൾ, ഇതിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള പല സമ്മാനങ്ങളും വാങ്ങുന്ന മെന്റർമാരാണ് ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടൂലിലെ മെന്റർമാരെന്ന് പറയുന്നത്. അതായത് നല്ല കഴിവുള്ള, ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ, സമർപ്പിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടരാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതും അവർക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച് കൂടെ നിൽക്കുന്നത് എന്നുള്ളതും ഏറ്റവും അഭിനന്ദിക്കേണ്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തത് രക്ഷിതാക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ഇവിടെ പഠിപ്പിക്കലാണല്ലോ, അല്ലെ? പ്രാക്ടീസിങ് എവിടെയാണ്? വീട്ടിലാണ്. പലപ്പോഴും നമ്മൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു സാമ്പ്രദായികമായിട്ടുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് കുറെ സിലബസിന്റെ അകത്തുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുണ്ടാക്കാനുള്ള ഒരു സ്ഥലമാണ് വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഹെവൻസ് എന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പരീക്ഷക്കപ്പുറത്തുള്ള
ഇവിടെ എന്തെങ്കിലും പരീക്ഷ നടക്കുന്നുണ്ടെന്നോ കുട്ടികളുടെ അത്തരം പരീക്ഷാ മികവിനെ തുലനം ചെയ്യുന്ന എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസ ഒരു സമ്പ്രദായമുണ്ടോ എന്നൊന്നും സാധാരണ സ്ഥാപനങ്ങളെ പോലെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോ അതിലേറ്റവും പ്രധാനം കുട്ടികളെ അത്തരം വിഷയങ്ങളിൽ പഠിപ്പിച്ചെടുത്ത സാധനത്തെ പ്രാക്ടീസ് ചെയ്യേണ്ട ഇടം എവിടെയാണ്? നമ്മുടെ വീടാണല്ലേ. അപ്പൊ ഇവിടുന്ന് കുട്ടികളെ ഓരോ ദിവസത്തെയും പ്രാർത്ഥനകൾ അല്ലെ, നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരുപാട് പ്രാർത്ഥനകൾ അവർ പഠിക്കുന്നു. അത് രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് അത്തരം ഒരു ബോധവും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് പഠിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമായിട്ട് നമ്മുടെ വീട് മാറില്ല അല്ലെ. കുട്ടികൾ ഇവിടെ പഠിക്കുന്ന സംഗതികൾ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ പ്രീ സ്കൂളുകളിലോ പഠിക്കുന്നത് പോലെയുള്ളതല്ല. നമുക്കറിയാം ഇന്ന് പ്രീ സ്കൂളുകളൊക്കെ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഒരു കാലത്ത് നമ്മളുള്ളത് അല്ല. ഒരുപാട് സ്ഥാപനങ്ങൾ, നിങ്ങൾക്ക് മക്കളെ പഠിപ്പിക്കേണ്ട, വീട്ടിൻ്റെ അകത്ത് ഇരുത്താം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ പ്രീ സ്കൂളുകൾ കിട്ടും. ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ കൺട്രോൾ ചെയ്യുന്ന ധാരാളം സ്കൂളുകൾ കിട്ടും. പക്ഷേ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒരു ഗ്രൂപ്പിന്റെ കൂടെ അയച്ച് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം അത്തരം സംവിധാനങ്ങൾക്ക് ഉണ്ടാവില്ല, കുറെ കുട്ടികളുടെ കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കെ ആ സ്ഥാപനങ്ങളൊന്നും നമുക്ക് സംസ്കാരം പഠിപ്പിക്കുന്ന, വാല്യൂസ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായി മാറാത്തത് കൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നിങ്ങൾ ബോധപൂർവമല്ല തെരഞ്ഞെടുത്തത് എങ്കിൽ ഇനി കുറച്ചുകൂടി ബോധത്തോടുകൂടി തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഇടം കൂടിയാക്കി മാറ്റേണ്ടത് പ്രധാനമായും രക്ഷിതാക്കളാണ്. അതുകൊണ്ട് മെന്റർമാർ നിർവഹിച്ച വളരെ കൃത്യതയുള്ള ആ പ്രവർത്തനത്തോടൊപ്പം ഏറ്റവും അത് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും രംഗമൊരുക്കേണ്ടത് നമ്മൾ ഉമ്മമാര് വീട്ടിൻ്റെ അകത്താണ്. അതാണ് മറ്റൊരു സംഗതി. മൂന്നാമത്തേത് കുട്ടികളാണ് അല്ലെ, മക്കൾ. അവര് ഇപ്പൊ ഇവിടെ ഖിറാഅത്ത് കൊണ്ട് ആരംഭിച്ചു. അതുപോലെ തന്നെയുള്ള ഒരുപാട് പരിപാടികൾ ഇനിയും വരും. നമ്മുടെ ഈ പ്രീ സ്കൂളുകളൊക്കെ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ഏത് പ്രാർത്ഥന ചൊല്ലണം എന്ന് പറഞ്ഞാലും അവർ വളരെ മനോഹരമായിട്ട് നമ്മുടെ അല്ലെ, നമുക്ക് കാണുമ്പോൾ സന്തോഷം ലഭിക്കുന്ന, കേൾക്കുമ്പോൾ ഇമ്പമുണ്ടാകുന്ന, അവരുടെ കുഞ്ഞുവായിൽ നിന്ന് വരുന്ന അത്തരം പ്രാർത്ഥനകളും ദിക്റുകളും ഖുർആൻ സൂറത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവലുണ്ട്, കൺകുളിർമ തോന്നാറുണ്ട് അല്ലെ. നമ്മൾ ആ കാര്യങ്ങളിൽ പിന്നെ പഠിപ്പിച്ചതിൽ അല്ലെങ്കിൽ അയച്ചതിൽ സംതൃപ്തി തോന്നുന്ന ഒരു പിന്നെ വിദ്യാലയമാണ് അല്ലെങ്കിൽ കേന്ദ്രമാണ് ഇത്തരം പ്രീ സ്കൂളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇത്തരം മതകീയമായിട്ടുള്ള അതായത് വിദ്യാഭ്യാസത്തിൽ ഇതുപോലെയുള്ള മൂല്യങ്ങളും ദർശനങ്ങളും ആശയങ്ങളും പഠിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില ശക്തികൾ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. അതായത് മൂല്യങ്ങൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു അടിത്തറയായി മാറുക. അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്ന ഭരണകൂടങ്ങളും ഇവിടെയുള്ള പിന്നെ സംവിധാനങ്ങളും മാറുമ്പോൾ എവിടെയാണ് നമുക്ക് രക്ഷയുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മമാർ ഇതിനെ ഏറ്റെടുക്കുമ്പോഴാണ് ഇത്തരം സ്ഥാപനങ്ങളോ വ്യവസ്ഥിതികളോ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മക്കളെ ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങളിലും സംസ്കാരങ്ങളിലും കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ഈ സ്ഥാപനം തിരഞ്ഞെടുത്തു എന്നതിന് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാവും. ആ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരും അല്ലെ, അവരവരുടെ ഉത്തരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അതിൽ നിന്ന് പുറത്തെത്തേണ്ട ഉത്തരങ്ങൾ ഒന്നായിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. 3 കൊല്ലം കഴിയുമ്പോൾ ഖുർആൻ കുട്ടികൾ നോക്കി ഓതാനുള്ള പാകത്തിലെത്തും. കുറെ സൂറത്തുകൾ അവർ ഹിഫ്ളാക്കിയിട്ടുണ്ടാകും. കുറെ നല്ല നല്ല മൂല്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടാകും. കുറെ അല്ലെ സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് നല്ല ഗുണങ്ങൾ, പെരുമാറ്റ മര്യാദകൾ, നല്ല നല്ല മോറൽ സ്റ്റോറീസ്, ഇതൊക്കെ അവര് കളിയുടെ ഇടയിൽ കൂടി എടുക്കുന്ന ഒരു പഠനം അല്ല, ഒരു വ്യത്യസ്തമായിട്ടൊരു രീതിയാണ്. ആ 3 കൊല്ലം മക്കൾ നമ്മുടെ കൂടെയാണെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വന്തം പഠിപ്പിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇവിടെ നിന്ന് പഠിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, ഞാൻ ആമുഖമായിട്ട് ഹെവൻസ് സ്കൂളുമായി ബന്ധപ്പെട്ട എൻ്റെ കുറച്ച് കാലത്തെ ഒരു അനുഭവം നിങ്ങളോട് പറയാണ്. അതായത് പല ആളുകളും ഒരു 300ഓളം 400ഓളം കുട്ടികൾ പഠിക്കുന്ന വലിയ ഹെവൻസ് സ്കൂളുകൾ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ധാരാളം കുട്ടികൾ ഒരു പ്രദേശത്തിന്റെ തന്നെ വലിയ ആഘോഷമായിട്ട്, ഒരു പ്രദേശത്തിന്റെ തന്നെ വലിയ ഒരു കൂട്ടായ്മയായിട്ട് ഇത്തരം പഠന അവസരങ്ങളും വേദികളും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇനി നമ്മൾ ഖുർആനിനെയാണ് അടിസ്ഥാനാക്കുന്നത് അല്ലെ.
എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പഠിക്കണം, മക്കൾ പഠിക്കണം എന്ന് വിചാരിക്കുന്നത്? നമ്മൾ ആരും തന്നെ നമ്മുടെ മക്കൾ മോശമാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ. നമ്മുടെ മക്കൾ ഏറ്റവും സംസ്കാര സമ്പന്നരും ഏറ്റവും നന്നായിട്ട് ഇടപെടുന്നവരും ഏറ്റവും നല്ല മൂല്യങ്ങളുള്ള ആളുകളുമായി മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ രക്ഷിതാക്കളും. അല്ല, ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കൂടെ ജനിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത് അല്ലെ. പക്ഷേ കുട്ടിയുടെ ജനനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മാതാപിതാക്കൾ ആ സന്ദർഭത്തിൽ ഒരു കുട്ടിയുടെ ജനനത്തോടൊപ്പം ഉണ്ടാകുന്ന ആ മാതാപിതാക്കളുടെ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം അവർ പുതിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഈ കുട്ടിയെ വളർത്തണം, സമൂഹത്തിനും കുടുംബത്തിനും ദീനിനും ഒക്കെ ഉപകാരപ്പെടുന്ന മക്കളാക്കിയിട്ട് ഈ മക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നത് പോലെയല്ല ഇന്നത്തെ തലമുറയെ നമുക്ക് വളർത്തണമെങ്കിൽ തീർത്തും ബോധത്തോടുകൂടി മാത്രമേ പാരന്റിങ് നിർവഹിക്കാൻ കഴിയുള്ളൂ. ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒന്ന് രണ്ട് ഇതുപോലെയുള്ള പാരന്റ്സുമായി സംവദിക്കുന്നതുകൊണ്ട് 1-2 പാരന്റിങ് പുസ്തകങ്ങൾ വായിച്ചു നോക്കി. പലതിലും കുട്ടികൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ, രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ അകത്തുണ്ടാകുന്ന പല വിധത്തിലുള്ള പല പ്രശ്നങ്ങൾ, ഈ പുസ്തകങ്ങളിൽ പലതും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള പരിഹാരങ്ങൾ മാത്രമാണ്. എല്ലാറ്റിനും സൊല്യൂഷൻ ഉണ്ട്, പക്ഷേ അത് ഭൗതികമായിട്ടുള്ള ചില പരിഹാരങ്ങൾ മാത്രമാണ്. ആത്യന്തികമായിട്ടുള്ള പരിഹാരങ്ങളോ എന്നേക്കുമായിട്ടുള്ള പ്രശ്നപരിഹാരങ്ങളോ ഒരു ആധുനിക ശാസ്ത്ര സംവിധാനങ്ങളിലും പറഞ്ഞു തരുന്നില്ല. യഥാർത്ഥത്തിൽ പാരന്റിങ് എന്ന് പറയുന്നത് അതൊരു മികച്ച കലയാണല്ലോ. പാരന്റിങ് എന്നുള്ളത് ഒരു കലയാണ്. അത് നമ്മൾ കഴിവ് ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു മക്കളെ അവര് ജനിച്ച് നമ്മളെ കൂടെ വളരുമ്പോൾ അവരെ വളർത്തുന്നിടത്ത് നമ്മൾ നിർവഹിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മാട്ടൂൽ പോലെയുള്ള ഒരു പ്രദേശങ്ങളിൽ പ്രവാസ ജീവിതത്തിലായിരിക്കുന്ന ഉപ്പമാർ ഉള്ള ഒരു നാട്ടിൽ മിക്കവാറും കുടുംബിനികളാണ് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ആളുകളായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉമ്മമാർക്ക്, സ്ത്രീകൾക്ക് മക്കളുടെ സംസ്കരണത്തിലും അവരെ നേരായ വഴിയിൽ, അതായത് ജീവിതത്തിന്റെ എല്ലാ വഴികേടിൽ നിന്നും മക്കളെ രക്ഷിച്ച് യഥാർത്ഥ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മുടെ മക്കൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബിനികൾ ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളെ ഏറ്റവും സംസ്കാര സമ്പന്നരും മൂല്യം നിറഞ്ഞ ആളുകളുമാക്കി മാറ്റുന്നിടത്ത് നമുക്ക് കൂടുതൽ ഖുറാനിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ അർത്ഥത്തിൽ കുട്ടികളെ ഇസ്ലാമിക മൂല്യങ്ങളിലും സംസ്കാരങ്ങളിലും കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒരു മാസത്തിലേക്കാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പ്രവേശിക്കാൻ പോകുന്നത്. റമദാൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഖുർആൻ അവതരിപ്പിച്ചതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നോമ്പെടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു മാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വിശുദ്ധ ഖുർആൻ എന്നുള്ള റമദാനിന്റെ പ്രത്യേകത തന്നെ ഖുർആനാണ്. അപ്പോ ഖുർആൻ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണോ ഏറ്റെടുത്തിട്ടുള്ളത് അല്ലെ, നമ്മളുടെ സമീപനം ഖുർആനോട് എങ്ങനെയാണ്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മക്കളും തലമുറയും ഏറ്റെടുക്കുക. വിശുദ്ധ ഖുർആനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിച്ചത്? നമുക്കറിയാം, പലപ്പോഴും ഖുർആനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പലപ്പോഴും നല്ല ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് അധികം മാറിയിട്ടില്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. ഖുർആൻ ഇപ്പോഴും നമുക്ക് പുണ്യം നേടാനുള്ള ഒരു ഗ്രന്ഥം മാത്രമാണ്, ഓതിയിട്ട് പുണ്യം നേടാനുള്ള. അതുകൊണ്ട് നമ്മൾ റമദാനിൽ 2-3 ഖത്തം തീർക്കുന്ന ആളുകൾ അല്ലെ, ആ ഖത്തം ഓതണം, പിന്നെ ഓതുന്നതിലൊന്നും തെറ്റുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് കൂലിയില്ല, പ്രതിഫലമില്ല എന്നല്ല പറഞ്ഞത്. ഓതണം, ഓരോ ഹർഫ് ഓതുന്നതിലും പ്രതിഫലമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ഒരു സമീപനത്തിന്റെ പ്രശ്നം ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ ഖുർആനിനെ സ്വീകരിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും തുറസ്സും ഉണ്ടാവുള്ളൂ. ഖുർആനിനെ കൈകൊണ്ട് പോലും തൊടാത്ത, നമ്മുടെ വീട്ടിൽ കേവലം പുസ്തക ഷെൽഫിലെ ഭംഗിക്ക് വേണ്ടി മാത്രം എടുത്തു വെക്കാനുള്ള ഒരു ഗ്രന്ഥമായിട്ട് നമ്മൾ അതിനെ മാറ്റുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മരണ വീട്ടിലോതാനുള്ള ചില സൂറത്തുകളും ചില കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് നമ്മൾ ഖുർആൻ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ, ഖുർആനിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്ന, ഖുർആനിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയില്ല. നമ്മളങ്ങനെ മാറിയാലാണല്ലോ നമ്മുടെ തലമുറ മാറുക.
അപ്പൊ ഖുർആനോടുള്ള നമ്മുടെ സമീപനത്തെ കുറിച്ച് നമ്മൾ പുനരാലോചന നടത്തണം. പ്രത്യേകിച്ച് റമദാനാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. റമദാനിന്റെ പ്രാധാന്യം തന്നെ വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിന്റെ ഇറങ്ങിയതിന് നന്ദി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം നോമ്പെടുക്കുന്നത് എന്നാണ്, നോമ്പെടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹം, ആ അനുഗ്രഹമാണ്, ആ അനുഗ്രഹത്തിന്റെ ആളുകളായിട്ടാണ് നമ്മൾ അറിയപ്പെടേണ്ടത്. ഖുർആനിന്റെ ആളുകളായിട്ട് മാറുക അല്ലെ. ഇന്നഹാദൽ ഖുർആൻ ഹബ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ കയർ, അള്ളാഹുവിന്റെ കയറാണത് അല്ലെ. അത് അള്ളാഹുവിന്റെ നൂറാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഏതെല്ലാം വിധത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അതൊന്നും ഖുർആനിനെ ഏറ്റെടുക്കുന്നിടത്ത് നമ്മുടെ അറിവില്ലായ്മ, നമുക്കതിനോടുള്ള സമീപനത്തിലെ, നമ്മുടെ ഖുർആനോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിലെ ആ ഒരു വ്യത്യാസം, നമുക്കതിനെക്കുറിച്ച് ഇതെന്താണ് സംഗതി എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൂടുതലായിട്ട് നമ്മെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ അള്ളാഹുവിന്റെ ഖയർ, പാശമാണത് വിശുദ്ധ ഖുർആൻ. ഹബിലുല്ലാ വന്നൂറുൽ മുബീൻ വശിഫാഉ ശാഫിയ, നിങ്ങൾക്ക് ശമനമാണത്. ഇസ്മത്തു ലിമൻ തമസ്സക ബിഹി, അതുപോലെ തന്നെ വനജാതു ലിമനിത്തബാഹു, ആരാണോ അതിനെ മുറുകെ പിടിക്കുന്നത് അവർക്കത് സംരക്ഷണം നൽകും. ആരാണോ അതിനെ പിൻപറ്റുന്നത് അവർക്കത് രക്ഷയാണ്. അപ്പോ ഖുർആൻ നിങ്ങൾക്ക് വഴികാട്ടിയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശമാണ്, നിങ്ങളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ വചനങ്ങൾ, അള്ളാഹുവുമായിട്ട് നമുക്ക് നടത്താനുള്ള, അല്ലെ, അള്ളാഹുവിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ അള്ളാഹുവിന്റെ കലാം എടുത്ത് വായിച്ചു നോക്കുന്ന, അള്ളാഹു എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇരിക്കുന്ന ഈ സദസ്സിൽ എന്നോടും നിങ്ങളോടും എനിക്ക് ആദ്യമായി പറയാനുള്ളത്, ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, കുറച്ച് പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, ഇതെല്ലാം ഖുർആൻ പഠനം. ഖുർആനിനെ നമ്മൾ എങ്ങനെ പഠിക്കുന്നുണ്ടോ അങ്ങനെ നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലെ. അതിന്റെ നമുക്ക് ഇപ്പൊ ലോകത്ത് എത്രമാത്രം തഫ്സീറുകൾ ലോകത്തുണ്ട്, ഖുർആനിന്റെ എത്രമാത്രം ആശയങ്ങളും അർത്ഥങ്ങളും പ്രചരിക്കുന്നുണ്ട് അല്ലെ. ഓരോരുത്തരും അവരവരുടെ ചിന്തയും അവരവരുടെ കാഴ്ചപ്പാടുകളും, വിശുദ്ധ ഖുർആൻ എന്താണോ സമൂഹത്തിൽ ഖുർആനിന്റെ ഇന്നത്തെ കാലത്തെ ആ ഖുർആനിക ആശയങ്ങളുടെ പ്രസക്തി, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഖുർആനിനെ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആൻ ഇന്ന് നേരത്തെ പോലെയല്ല. നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ ഒരുപാട് ഖുർആൻ ആപ്പുകൾ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നുണ്ടാവും. ഇതുപോലെ ഖുർആനിന്റെ ആശയങ്ങൾ അറിയാൻ, അർത്ഥം മനസ്സിലാക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ അതുപോലെ തന്നെ ഖുർആൻ പഠനവേദികളുണ്ട്. സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകം പല പഠന സംവിധാനങ്ങളും നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഓരോ റമദാനുകളും ഇതുപോലെ കഴിഞ്ഞു പോകും. നമ്മൾ ജീവിതത്തിൽ ശക്തമായ നിലപാടെടുക്കേണ്ടത് നമ്മൾ നമ്മെ മാറ്റുന്നിടത്ത് എന്ത് റോള് നിർവഹിക്കുന്നു എന്നിടത്താണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നമ്മളെല്ലാവരും അല്ലെ, നമ്മൾ ആദ്യം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണല്ലോ. നമ്മളെക്കുറിച്ച് ചിന്തിക്കാന്ന് വെച്ചാല് നമ്മൾ നമ്മുടെ സ്വർഗം, നമ്മുടെ പരലോകം ഇതൊന്നും ശരിയാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല എന്നറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ നമ്മളുടെ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇന്നും ഒരുപാട് ഖുർആൻ പഠനവേദികൾ വളരെ ജനകീയമായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഇത്തരം വ്യവസ്ഥാപിതമായി നടക്കുന്ന ഖുർആൻ പഠനവേദികളിൽ എത്തുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ 2-3 കൊല്ലം വിശുദ്ധ ഖുർആനിന്റെ തണലിലേക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് എങ്കിൽ അവർ പഠിച്ചെടുക്കുന്ന മൂല്യങ്ങളെ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ തന്നെ പ്രായോഗികമായി കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ പഠനത്തിൽ നമ്മൾ ഉമ്മമാരും രക്ഷിതാക്കളും ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലത്ത് കൂടിയാണ് നമ്മളുള്ളത്. ഈ ശ്രദ്ധ കൊടുക്കൽ എന്ന് പറഞ്ഞാൽ കേവലം ഖുർആൻ പഠിക്കുന്ന, ഒരുപാട് അതിന്റെ ആശയങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം ഇടപെടുന്ന വേറൊരു ഗ്രന്ഥം നമുക്കുണ്ടാവില്ല അല്ലെ. പല മോട്ടിവേഷൻ ആളുകളുടെയും ഒരുപാട് പുസ്തകങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സുലഭമാണ്. ആ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില നേരത്തേക്കുള്ള ചില ഊർജമൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ
വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തെ മുച്ചൂടും മാറ്റിയെടുക്കാൻ പറ്റുന്ന, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ പറ്റുന്ന, ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരാൻ പറ്റുന്ന, പരീക്ഷണ ഘട്ടങ്ങളെ നമുക്ക് അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് തരണം ചെയ്യാൻ പറ്റുന്ന, അതിനെ മറികടക്കാൻ പറ്റുന്ന, എത്രമാത്രം ഊർജം നൽകുന്ന ഈമാനികമായിട്ടുള്ള കരുത്തുള്ള ആയത്തുകളും വചനങ്ങളുമാണ് വിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് നമ്മളത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക. കുറച്ചു മുമ്പ് ഒരു ഡോക്ടറെ പരിചയപ്പെട്ടിരുന്നു. അവര് ഡോക്ടറാണ്, പക്ഷേ മാരകമായ ഒരു രോഗം ബാധിച്ച് അവർ വലിയ പ്രയാസത്തിലാണ്. അല്ലെ, സാധാരണ ഡോക്ടർമാർക്ക് പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മാരകമായിട്ടുള്ള പല അസുഖങ്ങളുമാണ് മനുഷ്യരെ ഞെക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിഭീകരമായിട്ടുള്ള ഒരു മാരക രോഗം ബാധിച്ച ഒരു സ്ത്രീ അവരെ പരിചയപ്പെട്ടു. ജീവിതത്തിലെ ഏറ്റവും പ്രയാസം, അവർക്ക് ആദ്യം വന്ന തോട്ട് തന്നെ ഞാനൊരു ഡോക്ടറായിട്ട് പോലും എനിക്കിത് കണ്ടെത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശയായിരുന്നു. എനിക്ക് ഈ ഒരു അസുഖത്തെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധമായിരുന്നു. ആ അസുഖത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞു. ഡോക്ടർ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ്. എന്തെങ്കിലും ഒരു ആശ്വാസം ഇതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കണ്ടെത്തണമല്ലോ. അങ്ങനെ അവർ ഖുർആനിൽ എപ്പോഴെങ്കിലും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വല്ലപ്പോഴും തുറന്നു നോക്കുന്ന വിശുദ്ധ ഖുർആനിനെ അവർ മനസ്സറിഞ്ഞ് വേദനിച്ച് രോഗത്തിന്റെ പീഡിതാവസ്ഥ ചിന്തയിലും മനസ്സിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പേജ് മറിച്ചു നോക്കുമ്പോഴാണ് ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ ആയത്തുകൾ അവർ കണ്ടെത്തുന്നത്. പിന്നീട് അവരുടെ അങ്ങോട്ടുള്ള എല്ലാ ചികിത്സയും ഡോക്ടർമാർ 6 മാസത്തിലധികം ജീവൻ മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ അവർ ഇന്നും നമ്മുടെ മുമ്പിൽ എത്രയോ ഓപ്പറേഷനുകൾ കഴിഞ്ഞ് ഒരുപാട് സർജറി, കീമോയും അതുപോലെ തന്നെ മറ്റ് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇന്ന് അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തളർന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നും ജീവനോടെ എഴുന്നേറ്റിരുന്ന് നമുക്ക് ഊർജം നൽകുന്ന, നമുക്ക് ഈമാനികമായിട്ടുള്ള കരുത്ത് നൽകുന്ന വർത്തമാനം പറയുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഊർജം സ്വീകരിച്ചിട്ടാണ്, അതിൽ നിന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ടാണ്, അതിൽ നിന്ന് ഈമാൻ ഉണ്ടാക്കിയിട്ടാണ്. നമ്മൾ നോക്കി, നമ്മൾ പലതിനും പരിഹാരം തേടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്തുകൊണ്ടാണ് ഒരുപാട് നമ്മള് പല പ്രശ്നങ്ങൾ, ഇപ്പൊ നമുക്ക് ഒരു ജമാഅത്ത് ഇസ്ലാം വനിതാ വിഭാഗത്തിന്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. കുടുംബ പ്രശ്നങ്ങളെ അതുപോലെ തന്നെ സ്ത്രീകൾ എന്ന നിലയിൽ അനുഭവിക്കുന്ന അവരുടെ വ്യക്തിപരമായിട്ടുള്ള പല സാഹചര്യങ്ങൾക്കും അവർക്ക് ഗൈഡ് ലൈൻ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനമാണ്. അത് ഒരു ഫോൺ നമ്പർ ഉണ്ട്, അതിലേക്ക് വിളിക്കുക ചെയ്യാം. ധാരാളം സ്ത്രീകൾ അതിൽ നിത്യേന എന്നോട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ. ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, സ്വാഭാവികമാണ്. ജീവിതം തന്നെ ലിയബുലുവക്കും അയ്യക്കും അഹ്സനു അമലയാണ് അല്ലെ. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും നന്നായിട്ട് പരീക്ഷണങ്ങളെ ഡീൽ ചെയ്യുന്നത് ആരാണോ അവർക്ക് വിജയമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പരീക്ഷണങ്ങളുണ്ട്, പക്ഷേ പരീക്ഷണങ്ങളിൽ പതറിപ്പോകുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്താണ് പരിഹാരം? മരിക്കണമെന്ന് തോന്നുന്നു, പക്ഷേ മക്കളെ ഓർത്ത് പിടിച്ചു നിൽക്കുകയാണ്. കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു, മക്കളുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ രോഗം കൊണ്ട്, അതുപോലെ തന്നെ പ്രയാസങ്ങൾ കൊണ്ട്, പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ പരിഹാരം തേടി ഞങ്ങൾക്കൊരു ആശ്വാസം തരാനുള്ള, ആശ്വാസവാക്കുകൾ തരാനുള്ള ആളുകളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നമ്പറിലേക്ക്. ഞാൻ പറയുന്നത് അത്രമാത്രം നമ്മുടെ കുടുംബാന്തരീക്ഷം ഇസ്ലാമിൽ നിന്ന്, ഖുർആനിൽ നിന്ന് അകലുന്നത് കൊണ്ട് പലതിനും പരിഹാരങ്ങളില്ലാതെ ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നോക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിരുന്നു ട്രെയിനിൽ. ആ സ്ത്രീ കണ്ടാൽ അവർക്ക് മുസ്ലിം വേഷമൊന്നും അല്ല, മുസ്ലിമാണെന്ന് തിരിച്ചറിയില്ല. പക്ഷെ അവർ ഫോൺ എടുത്തിട്ട് ആരോടോ ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അവർ മുസ്ലിമാണെന്ന് മനസ്സിലാക്കിയത്. ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോ തൃശ്ശൂരിൽ അവരൊരു വീട്ടുജോലിക്ക് പോയി വരുമാനം കണ്ടെത്തുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. പക്ഷെ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, മക്കളുണ്ട്, മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു, അതിലൊന്നും അവർക്ക് ടെൻഷൻ ഇല്ല. ഭർത്താവുണ്ട്, പക്ഷെ അദ്ദേഹം മയക്കുമരുന്നിന്റെ അടിമയായിട്ട് വീട്ടിലെന്നും പ്രശ്നമാണ്. അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ട് അത്യാവശ്യം ചില വീട്ടുജോലിയിലൊക്കെ ഉള്ള വരുമാനം കിട്ടുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം സന്തോഷത്തിൽ ജീവിക്കാനുള്ളൊരു വകുപ്പൊക്കെ ഉണ്ട്. പക്ഷേ അവര്
അവർക്കതിൽ നിന്ന് അവരുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ചില സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. ഒന്ന്, കുടുംബത്തിന്റെ അകത്ത് സന്തോഷം കൊണ്ടുവരണം. മക്കൾ കല്യാണം കഴിഞ്ഞു പോയി, വീടുമായിട്ട് ബന്ധമില്ല, സ്വന്തമായിട്ട് ജീവിക്കുന്നിടത്ത് ജീവിതത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിപ്പോകുന്നു. ജീവിതത്തിൽ എന്നെ നയിക്കാൻ, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം എന്നിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന് വിലപിക്കുന്നവർ. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള എന്തോ ഒരു സാധനത്തിന് വേണ്ടി അവരൊരു സ്ഥലത്തേക്ക് യാത്രയാണ്. ആ സ്ഥലത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ട്രെയിനിൽ നിത്യേന എന്നോണം വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് വടക്കോട്ടും മുസ്ലിം സ്ത്രീകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? അവരെന്തൊക്കെയോ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു, എന്തൊക്കെയോ സ്ട്രെസ്സും ടെൻഷനും അനുഭവിക്കുന്നു. അതിന് പരിഹാരം ഇന്ന സ്ഥലങ്ങളാണ്, ഇന്ന ആളുകളാണ് എന്നവർ വിചാരിക്കുന്നു. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ കയ്യിൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പേരതിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെയൊക്കെ പേര് സീല് ചെയ്തിട്ടാണ് ആ ഖുർആൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അല്ലെ? നമ്മൾക്ക് ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആന്റെ ആളുകളായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. ഖുർആൻ നമ്മളോടൊപ്പമുണ്ട്, ഖുർആൻ എന്റെ കയ്യിലുണ്ട്, ഖുർആൻ എന്റെ ജീവിതത്തിലുണ്ട് എന്ന് കൂടി പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന, മനസ്സിന്റെ സ്വസ്ഥതക്ക്, കുടുംബത്തിന്റെ സന്തോഷത്തിന്, സമാധാനത്തിന്, വ്യക്തിപരമായിട്ടുള്ള ചില സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് ഖുർആൻ തുറന്നു നോക്കി അതിൻ്റെ അകത്തുള്ള ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അരമണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം. വിശ്വാസത്തിൽ തന്നെ വൈകല്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ മക്കൾ ഏത് സാമൂഹ്യ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാലത്താണ്. കുടുംബങ്ങളിൽ, മുസ്ലിം കുടുംബങ്ങളിൽ ലിബറലിസം പെരുകി വരുന്ന, മക്കളുടെ കാഴ്ചപ്പാടിൽ തന്നെ പടച്ചവനില്ല, പരലോകമില്ല, സ്വർഗമില്ല, നരകമില്ല, അതൊക്കെ വെറുതെയുള്ള വർത്തമാനങ്ങളാണ് എന്നും ഈ ദുനിയാവിൽ പരമാവധി ആസ്വദിച്ച് ആഹ്ലാദിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി തോന്നിയതുപോലെ ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാടുകൾ പലരും കുത്തി നിറക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഖുർആനെ ഏറ്റെടുത്ത് നമ്മുടെ മക്കളിൽ വിശുദ്ധ ഖുർആനിന്റെ സംസ്കാരവും മൂല്യവും പകർത്താൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ അമ്പേ പരാജയപ്പെട്ട കുടുംബങ്ങളായിട്ട് മാറും. കാരണം അത്രമാത്രം വലിയ മതവിരുദ്ധത, അല്ലെ, മതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, മതം എന്ന് പറയുന്നത് പഴഞ്ചൻ ഏർപ്പാട് ആണെന്നും മുസ്ലിം സ്ത്രീകളെ മതത്തിന്റെ അകത്ത് തളച്ചിടപ്പെടുകയാണെന്നും ശരീഅത്ത് മുസ്ലിം സ്ത്രീക്കെതിരെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്, അല്ലെ? നമ്മുടെ വേഷത്തെക്കുറിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, നമ്മുടെ സ്വത്തവകാശങ്ങളെ കുറിച്ചൊക്കെ തന്നെ വലിയ തോതിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മളുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്തരം ലിബറൽ വാദങ്ങൾ എത്രമാത്രം കഠിനമായ പരീക്ഷണങ്ങളിലേക്കാണ് ലോകത്തെ കൊണ്ടുപോയത് എന്നതിന്റെ വലിയ തെളിവുകളാണ് എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ലോക നേതാക്കൾ, അമേരിക്ക മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലോകരാജ്യത്തിന്റെ നേതാക്കൾ ഒരു ഫയലിൽ കുടുങ്ങി മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ് ലോകത്ത്. എന്തിന്റെ പേരിൽ? ലിബറലിസം, അമിത സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കുത്തഴിഞ്ഞ ജീവിതവും സാംസ്കാരിക ജീർണതയും നടക്കുന്ന അമേരിക്കയിലേക്കും പാശ്ചാത്യ നാടുകളിലേക്കും കണ്ണുനട്ട് അവിടെയുള്ള മാതൃകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതൊക്കെ പൊളിയാനുള്ള, അതൊക്കെ നശിക്കാനുള്ള, അതൊക്കെ ഇവിടെ നിന്ന് ഇല്ലാതായി പോകേണ്ട അല്ലെങ്കിൽ നശിച്ചു പോകേണ്ട ഒരു കൾച്ചറിലാണ് അവരുള്ളത് എന്നും ഇസ്ലാമികമായിട്ടുള്ള കൾച്ചറും മൂല്യവും ജീവിതത്തിൽ ഏറ്റെടുക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്ഥായിയായ നിലനിൽപ്പും സാധ്യമാകുമെന്നുള്ള പാഠം നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട്, ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഗസയെ മറന്നുകൊണ്ട് നമുക്കൊരിക്കലും സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ കാണുന്നുണ്ടാവും ഗസയിൽ നിന്നുള്ള ഒരുപാട് വർത്തമാനങ്ങൾ, അല്ലെ? ഇത്രമാത്രം ഭീകരമായ പ്രശ്നങ്ങൾ അവിടെ അനുഭവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവിടുത്തെ മക്കളും ഉമ്മമാരും, അല്ലെ, എത്രമാത്രം ഉറച്ച കനമുള്ള ഈമാനിലാണ് അവർ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കാണാം. ഗസയിൽ തൂഫാനുൽ അക്സ കഴിഞ്ഞ് 770 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 770 ഹാഫിളുകൾ,
ഖുർആൻ മനഃപ്പാടമാക്കിയ കുട്ടികൾ തൂഫാനുൽ അക്സയുടെ 777-ാം ദിവസം പുറത്തേക്കിറങ്ങാണ് ഖുർആൻ പഠിച്ചിട്ട്. എത്രമാത്രം അനുഭവങ്ങൾ! ഞാൻ അവസാനിപ്പിക്കുന്ന സമയം കഴിഞ്ഞു. എത്രമാത്രം അനുഭവങ്ങൾ! നമ്മൾ ഊർജം സ്വീകരിക്കണം, നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഗസ എന്നുള്ളത് നമുക്ക് കേവലം കഥകൾ കേൾക്കാനുള്ള ഒരു ഇടമല്ല. ഗസ ഖുർആനിനെ ഏറ്റെടുത്തപ്പോൾ എന്താണ് അവർ പരീക്ഷണങ്ങൾ എങ്ങനെ തരണം ചെയ്തു, പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്തു, അവിടുത്തെ ഉമ്മമാര് മക്കൾക്ക് പകർന്നു കൊടുത്ത ഖുർആനിക മൂല്യങ്ങൾ എന്താണ്? ഓരോ മക്കളും പൊട്ടിപ്പൊളിഞ്ഞ പള്ളിന്റെ അകത്തും പൊട്ടിപ്പൊളിഞ്ഞ വീടിന്റെ മുമ്പിലും വന്നിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു. ഈ പ്രതിസന്ധിയെ ഞങ്ങൾ മറികടക്കുമെന്ന് അവർ വളരെ ധൈര്യത്തോടുകൂടി പറയുന്നു. നോക്ക്, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വീട്ടിന്റെ അകത്ത് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ലോകത്ത് നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഗസയിലെ ഉമ്മമാര്, സ്ത്രീകൾ, കുട്ടികൾ നൽകുന്ന പാഠം വലുതാണ്. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതൊക്കെ നമുക്ക് പ്രസംഗത്തിൽ മനോഹരമാക്കാനോ വായിച്ചാസ്വദിക്കാനോ ഉള്ള ഒരു കാര്യമല്ല. വിശുദ്ധ ഖുർആൻ ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമാണ് അവർക്കുള്ള ഊർജം. ലോകത്തിന്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയോ ഒരു മുതലാളിത്തമോ ഒരു കോർപ്പറേറ്റോ ഒന്നും അവർക്ക് ഒരു സഹായവും ചെയ്യുന്നില്ല. ലോകം മുഴുവൻ അവരെ വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് ഐക്യപ്പെടുന്നു എന്നല്ലാതെ മറ്റൊരാളും ഒരു വിധത്തിലുള്ള സഹായവും ലഭിക്കാത്തൊരു സ്ഥലത്ത് അതൊന്നും ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായത്തിനപ്പുറമല്ല എന്ന് വിചാരിക്കുന്ന, അള്ളാഹുവിന്റെ ഖുർആനെ ഏറ്റെടുത്ത് ഖുർആനിന്റെ മൂല്യങ്ങളും പാഠങ്ങളും പകർന്നു കൊടുക്കുന്ന ഉമ്മമാരും മക്കളുമാണ് ഗസയെ ഇന്നും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഖുർആനിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തി ജീവിതം നന്നാക്കാൻ, കുടുംബജീവിതം നന്നാക്കാൻ, നമ്മുടെ സാമൂഹ്യ ജീവിതം നന്നാക്കാൻ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും വിശുദ്ധ ഖുർആനിന്റെ മൂല്യങ്ങളും സംസ്കാരങ്ങളും കൊണ്ടുവരിക. അങ്ങനെ ഖുർആനിന്റെ ആളുകൾക്ക് ഭൂമിയിൽ നിർവഹിക്കാനുള്ള വലിയ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു പരിപാടി അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന മക്കൾക്ക് ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആനിനെ ഒരു വെളിച്ചമായി സ്വീകരിക്കാൻ ആ ഒരു ഊർജം, ആ ഒരു നൂർ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ എല്ലാ മേഖലകളിലും അതിനെ ഒരു മാർഗദർശനമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിന്റെ ആളുകളായി നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് മഹ്ശറയിൽ അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിനെ സ്നേഹിച്ചവരും അള്ളാഹുവിന്റെ ഖുർആനിന്റെ തണലിൽ ജീവിച്ചവരുമെന്ന പദവിയിൽ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Shukran, Jazakallah. Thank you, ma'am, for your kind words, inspiration and valuable time. Your words of appreciation really means a lot for us. Thank you, ma'am. The moment we've been impatiently waiting is finally here. Illora 2K26. സർവശക്തനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ. ഹെവൻസ് പ്രീ സ്കൂളിന്റെ 9ാമത്തെ ബാച്ച് വിശുദ്ധ ഖുർആൻ ഖത്തം ആക്കിക്കൊണ്ട് തങ്ങളുടെ സ്വന്തം രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അഭിമാനമായി മാറുകയാണ്. ഏതൊരു രക്ഷിതാവിനും കൺകുളിർമയേകുന്ന സന്ദർഭം. മക്കൾ ചെറുപ്രായത്തിൽ തന്നെ ദൈവിക ഗ്രന്ഥം ഒരാവർത്തി പാരായണം ചെയ്തു തീർക്കുന്നു. ഹെവൻസ് പ്രീ സ്കൂൾ മാട്ടോളിനും ഇത് അഭിമാന നിമിഷങ്ങളാണ്. കുട്ടികളെ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ചേർക്കുമ്പോൾ ഞങ്ങൾ നൽകിയ വാക്ക് പാലിക്കാൻ അള്ളാഹു ഉദവേകിയിരിക്കുന്നു. ഭാവിയിലും ഖുർആനിന്റെ വഴിയെ സഞ്ചരിക്കാൻ ഈ കുട്ടികൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. Put your hands together for the stars of the night. Illora 2K26. Put your hands together for the stars of the night. Illora 2K26. فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الأرض
فحياتي قبل الحلقات تيه بضياء في القلب مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون بأيامي فرقا فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات نرتاد لنحفظها الحلقا في القلب مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون بأيامي فرقا فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات نرتاد لنحفظها الحلقا فمضيت إلى حفظ السور كي أقطف من خير الدرر فالآي ضياء لصدري يزداد على الظلمة ألقا غصت بها في بحر الحاني ما بين أسام ومعاني أزداد برب الرحمن ثقة عملا حبا شوقا وبه في السيرة ما يشهى في النهج المختار محمد كم دل على الخير وارشد كي ندرك بالهدي الحقا مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون The moment we've been impatiently waiting is finally here. Cameras on. The stars of the day are here. Put your hands together for our little stars. Leora 2K26. بعد الذكر تبارك وقتي وازدادت قوة ذاكرتي والتوفيق أضاء حياتي في هدي وأنار الطرق في القلب مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون بأيامي فرقا فحياتي قبل الحلقات Please welcome our stars with a round. Ladies and gentlemen, give a big round of applause our stars of the night. لم أعبأ فيها ستكون بأيامي فرقا فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات نرتاد لنحفظها الحلقا فمضيت إلى حفظ السور كي أقطف من خير الدرر فالآي ضياء لصدري يزداد على الظلمة ألقا غصت بها في بحر الحاني ما بين أسام ومعاني أزداد برب الرحمن ثقة عملا حبا شوقا وبه في السيرة ما يشهى في النهج المختار محمد كم دل على الخير وارشد كي ندرك بالهدي الحقا مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون This blessed moment is a result to relentless effort of our stars, teachers, parents and family. A big round of applause please. بعد الذكر تبارك وقتي وازدادت قوة ذاكرتي والتوفيق أضاء حياتي في هدي وأنار الطرق وسمت في الخيرة أيامي وتجمل قولي وكلامي من عذب
معين الإسلام أحسنت النية والخلق فالحمد من الله تعالى من جاد بخير يتوالى للحافظ يسرا ومنالا ودروسا في القلب ستبقى فالحمد إلى الله تعالى من جاد بخير يتوالى للحافظ يسرا ومنالا ودروسا في القلب ستبقى في القلب مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون بأيامي فرقا فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات نغتال لنحفظها الحلقا في القلب مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون بأيامي فرقا فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات نرتاد لنحفظها الحلقا في القلب مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون بأيامي فرقا فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات نرتاد لنحفظها الحلقا في القلب مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون بأيامي فرقا فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات نرتاد لنحفظها الحلقا فمضيت إلى حفظ السور لأقطف من خير الدرر فالآي ضياء لي صدري يزداد على الظلمة ألقا غصت بها في بحر الحاني ما بين أسام ومعاني أزداد برب الرحمن ثقة عملا حبا شوقا وبه في السيرة ما يشهى في النهج المختار محمد كم دلال الخير وأرشد كي ندرك بالهدي الحقا مشاعر أخفيها قد أشرقت الشمس عليها عن خطط لم أعبأ فيها ستكون بأيامي فرقا فحياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات نرتاد. Now we move on to the convocation ceremony. All our wait is over. Here comes the academic year's proud moment, honoring our little kids who has completed the Khatamul Quran. The joyful moment of teachers, parents and our star kids. The wait of 3 years has reached at its beautiful moment. Now, I would like to welcome our Sky 3 stars. With that, we request all Sky 3 parents to assemble near the stage. എല്ലാ സ്കൈ 3 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും സ്റ്റേജിന് സമീപം എത്തിച്ചേരുവാൻ അഭ്യർത്ഥിക്കുന്നു. I also kindly call upon respected Sajida PTP, guest of the event, to convocate our little stars. اللهم ارحمني بالقرآن العظيم واجعله لي إماما ونورا وهدى ورحمة. اللهم ذكرني منه ما نسيت وعلمني منه ما جهلت وارزقني تلاوته آناء الليل وآناء النهار
واجعله لي حجة يا رب العالمين آمين. I kindly call upon respected Sajida PTP, guest of the event, to convocate our little stars. Please, ma'am. എല്ലാ സ്കൈ 3 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും സ്റ്റേജിന് സമീപം എത്തിച്ചേരുവാൻ അഭ്യർത്ഥിക്കുന്നു. The parents are requested to accompany the child for the convocation ceremony. Once again, name of the student. Azwa Tawseef. Put your hands together for Azwa Tawseef. Fatima AP. Give a big round of applause for Fatima AP. Ladies and gentlemen, give a big warm applause for our little birds. The next star is Muhammad Zayan. Shifa Shamsir. കയ്യടി പോരാ, നമ്മുടെ കുഞ്ഞുമക്കളെ ഈ പ്രയത്നത്തിന് ഈ ചെറിയൊരു കയ്യടി പോരാ. ഹെസ സൈനബ് മൻസൂർ. മുഹമ്മദ് സയാൻ. മുഹമ്മദ് സയാന്റെ രക്ഷിതാവ് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ഹെസ സൈനബ് മൻസൂർ. ഹെസ സൈനബ് മൻസൂർ. Muhammad bin Anwar. Muhammad bin Anwar. A big round of applause for the stars of the day. Azza Fatima Ali.
Eva Haneen Sajid. Ladies and gentlemen and parents, please give a big round of applause for our little kids. Eva Haneen Sajid. Mariam KP. Amal Rashid. Thank you ma'am, thank you parents. പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ സലീം അമ്പാട് അവർകളെ സമ്മാനം കൊടുക്കാനായി ക്ഷണിക്കുന്നു. പ്ലീസ് സർ. Inaya Fatima. Azhan Tawseef. Mia Misbah Mahmood. Naira Nabil. Aizin Zahir. കയ്യടി കൊടുക്കുന്നതിൽ നമ്മൾ മലയാളികൾ ഭയങ്കര പിശുക്കന്മാരാണ്. കുട്ടികളുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത് പ്ലീസ്. Aizin Zahir. Hamiz Muhammad Munis. Mihan Nizar. Hizza Fatima.
Hezza Fatima. Aisha Hezza. Aisha Hezza. Izwa Shamil. Muhammad Nazal. Muhammad Nazal. Muhammad Nazal. Abdul Aziz. Muhammad Shizan. മൂന്ന് വർഷത്തെ പ്രയത്നത്തിന് കുറച്ചുകൂടെ ഊർജവുമുള്ള കയ്യടിയാവാം. Muhammad Shizan. Atif Sajid. Aidin Adam. Aidin Adam. Abdullah bin Abid. Once again, a big round of applause for the stars of the day, Leora 2K26. Naila Taslim. Thus we come to the end of the convocation ceremony. A big round of applause for the stars of the day, Leora 2K26. Thank you sir, thank you parents and thank you students. അടുത്തതായി ഫീഡ്ബാക്ക് പറയുന്നതിന്
സ്കൈ 3 വിദ്യാർത്ഥി മിയ ബസ്ബാലിന്റെ ഫാദറിനെ ക്ഷണിക്കുന്നു. Now we have a short break for the Maghrib prayer. എല്ലാ രക്ഷിതാക്കളും കൃത്യം 7 മണിക്ക് തന്നെ തിരിച്ചെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. I repeat, എല്ലാ രക്ഷിതാക്കളും കൃത്യം 7 മണിക്ക് തന്നെ തിരിച്ചെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സ്ത്രീകൾക്ക് നമസ്കാര സൗകര്യം ഹെവൻസ് സ്കൂളിന്റെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.